എറണാകുളം, ഇടുക്കി, തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൊച്ചിയിലൊക്കെ തകർത്ത് പെയ്യുകയായിരുന്നു നട്ടുച്ചയ്ക്ക് ഒരു നല്ല മഴ. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. നാളെ മുതൽ മഴ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം സുനിഷ അയല്ലൂർ ചേരുന്നു. അതോടൊപ്പം തന്നെ വിവിധ ജില്ലകളിലേക്ക് നമുക്ക് പോകാം. ഗുഡ് ഈവനിംഗ് സുനിഷ അയല്ലൂർ. മഴയെവിടെ എന്നാണ് ചോദിച്ചിരുന്നതെങ്കിൽ മഴ എത്തിക്കഴിഞ്ഞു. കൊച്ചിയിൽ ഉച്ചയ്ക്കൊക്കെ നിന്ന് പെയ്യുകയായിരുന്നു. തിരുവനന്തപുരത്ത് പക്ഷേ മഴ വരാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരുമല്ലേ? മുന്നറിയിപ്പുകൾ എങ്ങനെയാണ്? സുജയ, മുന്നറിയിപ്പിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് പച്ച നിറമാണെങ്കിൽ പോലും മഴ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. കാണാം, തിരുവനന്തപുരത്ത് ചാറ്റൽ മഴ ആരംഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരുപക്ഷെ ശക്തമായ മഴയിലേക്ക് കടക്കുമോ എന്നുള്ളതാണ്. ഏതായാലും അലർട്ടുകളിൽ തിരുവനന്തപുരവും കൊല്ലവുമില്ല. പക്ഷേ മറ്റെല്ലാ ജില്ലകൾക്കും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 4 ജില്ലകൾക്ക് അതിശക്തമായ മഴ മുന്നറിയിപ്പാണ്. അത് കാസർഗോഡ്, ഇടുക്കി, തൃശൂർ, ഒപ്പം തന്നെ എറണാകുളം ജില്ലകൾക്കാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ജില്ലകൾ അതീവ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി പോകുന്നവരൊക്കെ തന്നെയും അടുത്ത 7 ദിവസം കുടയെടുത്ത് തന്നെ പോവേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം നാളെ മുതൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ്. ഓറഞ്ച് അലർട്ട് ഇപ്പോൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് മാത്രമേ നൽകിയിട്ടുള്ളൂ. മറ്റ് 4 ജില്ലകൾ ഒഴികെയുള്ള 10 ജില്ലകൾക്കും മുന്നറിയിപ്പ് തുടരുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുജയ, ഞായറാഴ്ചയോടുകൂടി എല്ലാ ജില്ലകൾക്കും അതിശക്തമായ മഴ മുന്നറിയിപ്പ്, ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി വരുന്ന ദിവസങ്ങളിലും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത ഇവർ പറയുന്നത് 14 മുതൽ 16 വരെ, അങ്ങോട്ട് 16 ശേഷവും അതിതീവ്ര മഴ, ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത അതേറെയാണ് എന്നുള്ളതാണ്. ഒപ്പം ശക്തമായ കാറ്റിന് നാളെയോടുകൂടി തന്നെ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകും. അപ്പോൾ കാറ്റ് ശക്തമാകുന്നതോടുകൂടി പല നാശനഷ്ടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതീവ ജാഗ്രത പാലിക്കണം. മുന്നറിയിപ്പൊക്കെ തന്നെയും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നൊരു നിർദ്ദേശം കാലാവസ്ഥാ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നുണ്ട്. മറ്റൊന്ന്, ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ചക്രവാത ചുഴി ഇപ്പോഴും നിൽക്കുകയാണ്. അപ്പോൾ അത് ന്യൂനമർദ്ദമാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ മഴ ഇങ്ങനെ കൂടി വരുമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഇടുക്കിയിൽ അലർട്ടേ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇടുക്കിയിൽ കനത്ത മഴയായിരുന്നു. അങ്ങനെയാണ് ഇന്ന് ഓറഞ്ച് അലർട്ടിലേക്ക് മാറുന്നൊരു സ്ഥിതി ഉണ്ടായത്. അങ്ങനെ വിവിധ ജില്ലകളിൽ പല മലയോര മേഖലകളിലൊക്കെ തന്നെയും ഇപ്പോഴും കനത്ത മഴ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നഗരമേഖലകളിലൊക്കെ തന്നെയും മഴ തുടങ്ങിയിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും ഇനി അങ്ങോട്ട് 3 മണിക്കൂറിൽ തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഒക്കെ മഴയ്ക്കുള്ള സാധ്യത ഏതായാലും പ്രവചിക്കുന്നുണ്ട് സുജയ. ഓക്കെ സുനിഷ.